സോറി അളിയന്റെ ഉപ്പ മരിച്ചതിന് ശേഷം എഴുതിയിട്ടുള്ള ഒരു കവിതയായിരുന്നു കേട്ടോ. ഞാൻ ഈ സൈഡിൽ കൊടുക്കാം, നല്ല രസം. ആരെണ്ണം ഇവിടെ ഒന്നുമില്ല, അഞ്ചെണ്ണം മേടിച്ചു. ടോയ്ലറ്റ്സ് പോലെ കുഞ്ഞു ടോയ്ലറ്റ്സ്. ഇതില് പറഞ്ഞാലും പറയുന്നില്ല, ഉറപ്പൊന്നുമില്ല. അപ്പൊ ഫാമിലി മൊത്തം കളി കാണാൻ വേണ്ടി നിരന്ന് നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ടെൻഷനായി പോയി. അസുലു, അസുട്ടാ എണീക്ക്, നമുക്ക് പോണ്ടേ? മമ്മ വേഗം ഒരുങ്ങിട്ട് അപ്പൊ ഇതിന് എണീറ്റ് ഫ്രഷ് ആയിട്ട് ഇരിക്കണം. ദോശയൊക്കെ കഴിച്ചിട്ട് 1/2 മണിക്കൂറുള്ളിൽ ഇനി ഉറങ്ങില്ല, എണീക്ക്. ഒന്നും അറിഞ്ഞ അവിടെ വേണ്ട. വെള്ളം തവൻ ചെടിയോ? മതി 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 മതി, ഞാൻ വേഗം റെഡി ആവട്ടെ. കുളിച്ചോ, വേഗം കുളിച്ച ഫ്രഷായിക്കാ. കുളിക്ക് കുഞ്ഞിനേട്ടൻ അതിരാവിലെ തന്നെ ഇവിടെ എന്തൊക്കെയോ വെട്ടിക്കളച്ചെടുക്കുന്നുണ്ട്. ഇവിടെ ഇത്ര മൈലാഞ്ചി ചെടി ഇല്ലായിരുന്നു, വെട്ടിയപ്പോഴാണ് ഞാൻ കണ്ട്. ഞാൻ മേടിക്കായിരുന്നേ. കുഞ്ഞിനേട്ടൻ രാവിലെ തന്നെ നല്ല പണിയിലാണ് ഇവിടെ. നമുക്കവിടെ റോഡിൽ പോയി നിൽക്കാം, ഉണ്ണിക്കുട്ടൻ എന്തായാലും വരുന്നുണ്ട്. അപ്പോഴേ എന്തായാലും ഉണ്ണിക്കുട്ടൻ ഒരു ആവശ്യത്തിന് വേണ്ടി വണ്ടി കൊണ്ടുവരായിരുന്നു കേട്ടോ, അവനും കല്യാണം ഉണ്ടെന്ന്. അപ്പൊ ഈ കാര്യം ഞാൻ അവൻ്റെ അടുത്ത് പറയാനും വിട്ടുപോയി. വാപ്പ അന്നല്ല എന്നെ ഫോക്കസ് ആക്കല. അപ്പൊ വണ്ടി അപ്പൊ അവൻ വരുന്നുണ്ട്, എന്നെ അവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്ത് തരാന്ന് പറഞ്ഞു. ഞങ്ങൾ റോഡ് വരെ വരും, കാരണം ഓൾറെഡി ടൈം വൈകുന്ന എന്തൊക്കെയോ ബ്ലോക്ക് ഒക്കെ ഉണ്ട് പറഞ്ഞു. അവിടെ വെയിലാ, നമുക്ക് ഇവിടെ ഇന്ന് ഞാൻ എവിടെ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഇന്ന് ഞങ്ങളുടെ പട്ടാമ്പി SNGS കോളേജിൽ വെച്ചിട്ടേ MLA എക്സലൻസ് അവാർഡ് 2026 നടക്കുന്നുണ്ട് കേട്ടോ, ശ്രദ്ധ എജു ഫെസ്റ്റ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പട്ടാമ്പിയിലൊരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള നിലയിൽ എനിക്കും ഒരു അവാർഡ് ഉണ്ട് കേട്ടോ. നമ്മുടെ പട്ടാമ്പി കോളേജിൽ എത്തിയിട്ടുണ്ട്, SNGS കോളേജാണ്. അപ്പോഴേ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, അതിഥികളൊക്കെ വന്നിട്ടുണ്ട് തോന്നുന്നു. ഏകദേശം പരിപാടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഞങ്ങളുടെ MLA മുഹമ്മദ് മൂസിന്റെ നേതൃത്വത്തിലാണ് കേട്ടോ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. SLC ഹയർ സെക്കൻഡറി പരീക്ഷകളിലൊക്കെ ഫുൾ A+ നേടിയവര്, യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ളവര്, പിന്നെ കലാ, കായികം, സാഹിത്യം, ശാസ്ത്രം, സാമൂഹിക സേവനം, പിന്നെ ഈ വർഷത്തെ വിവിധ സ്കോളർഷിപ്പ് നേടിയവര്, ഇങ്ങനെയുള്ളവരൊക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയായിരുന്നു കേട്ടോ. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, അത് ഞങ്ങളുടെ പട്ടാമ്പിയുടെ സ്വന്തം ഞങ്ങളുടെ MLA മൂസിനാണ് കേട്ടോ. സന്തോഷം പരിപാടിയിൽ വരാൻ പറ്റുന്നതിനും മൂസിൻ സാറിന് നേരിട്ട് കാണാൻ പറ്റിയതിലും. തീർച്ചയായിട്ടും താങ്ക് യു. നമ്മള് പട്ടാമ്പിയിലെ പ്രധാനപ്പെട്ട ഓരോ മേഖലയിലും കണ്ടുള്ള ഈ ചാടുകളൊക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നമ്മുടെ നാടിന്റെ ഒരു പ്രൈഡാണല്ലോ, നിങ്ങൾ അടക്കമുള്ള ഓരോരുത്തരും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കോളേജിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം. സത്യം പറഞ്ഞാൽ വിചാരിച്ചതിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അത്ര തിരക്കായിരുന്നു. ഒരുപാട് സ്റ്റോൾസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള ഓരോ കോഴ്സുകളൊക്കെ പരിചയപ്പെടുത്താനും ഒക്കെ വേണ്ടിയിട്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന. അപ്പോൾ കുട്ടികളും അവരുടെ പാരൻസും ഒക്കെ ആയപ്പം കോളേജ് ഓഡിറ്റോറിയം ഒക്കെ ഫുള്ളായിരുന്നു. പിന്നെ കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് നമ്മുടെ സജീർക്കൊപ്പം, എല്ലാവർക്കും അറിയണ്ടാവും, പാട്ടുകാരൻ. അതുപോലെ നമ്മൾ അതുല്യയുടെ ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരേ ഒരു വനിത, എന്താ പറയുക, കൊമേഴ്ഷ്യൽ ഡൈവിങ്ങിന് ലൈസൻസ് കിട്ടിയ ഒരേ ഒരു വനിതയേ ഉള്ളൂ. അത് നമ്മുടെ അതുല്യാണ്, ഞങ്ങളുടെ പട്ടാമ്പിക്കാരിയാണ് കേട്ടോ. ഞാൻ അവർ ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടിരുന്നത്. ഇതാണ് ആള്. എനിക്ക് നേരിട്ടുണ്ടപ്പോൾ ഭയങ്കര സന്തോഷം, ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരാളല്ല. പിന്നെ നമ്മുടെ പട്ടാമ്പിയിലുള്ള മെയിനായിട്ടുള്ള എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും, എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് അറിയാവുന്ന ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല നല്ല വീഡിയോസ് ചെയ്യുന്ന. അപ്പം എനിക്കതിൽ ഏറ്റവും സന്തോഷമായത് നമ്മുടെ സ്വന്തം MLA കയ്യിൽ നിന്ന് ഈ ഒരു അവാർഡ് വാങ്ങിച്ചപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടോ. നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ രസം വേറെ തന്നെ ഉണ്ടല്ലോ. എല്ലാവരുടെയും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, നല്ല തിരക്കായിരുന്നു അവിടെ. നമ്മുടെ പട്ടാമ്പിയുടെ കൾച്ചറും അതുപോലെ ഫെസ്റ്റിവൽസും ഇവിടുത്തെ ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുടെയും നല്ല ഫുഡ് റിവ്യൂസും ഒക്കെ ചെയ്യുന്ന
നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് നഫ്നയാണ് കേട്ടോ എന്നെ ഇതിൽ സജസ്റ്റ് ചെയ്തത്. പക്ഷെ അന്ന് അവൾക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ട് അവളെ കാണാൻ പറ്റില്ല. ഇനിയും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. ആദ്യമായിട്ട് ഇന്ത്യയിലെ കൊമേഴ്ഷ്യൽ ഡൈറ്റിങ്ങിന്റെ ലൈസൻസ് ഉള്ള ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ്. എവിടെ നമ്മുടെ നാട്ടിൽ പോകാൻ പഠിക്കും. ഇപ്പൊ നമ്മൾ വട്ടമ്പിലുള്ളതാണ് അല്ലേ? അപ്പൊ ഭയങ്കര സന്തോഷം. അതിൽ തന്നെ ഞാൻ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടപ്പോ വിചാരിച്ചു നേരിട്ട് കാണുന്നൊക്കെ. അപ്പൊ ഇങ്ങനെ ഒരു പരിപാടിയിൽ കാണാൻ പറ്റും. അടിപൊളി, നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ് അല്ലേ? ഇനി ആർക്കെങ്കിലൊക്കെ ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഉയർത്തി കൊടുത്തുട്ടാ. നല്ല ചൂടുള്ള ദിവസം മഴ പെയ്യാൻ നന്നായി. അപ്പൊ അങ്ങനെ നമ്മുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേരുണ്ട് ഇവിടെ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പട്ടാമ്പിയിലുള്ള ഒരുപാട് മേഖലകളിലുള്ള ആളുകളുണ്ട്. അപ്പൊ കുറച്ച് ലേറ്റ് ആയി, അങ്ങനെ അവാർഡ് കിട്ടി. നമുക്ക് വീട്ടിൽ പോകാം. അപ്പൊ അങ്ങനെ ഞാൻ നിന്നോട് 12 മണിയല്ലേ പറഞ്ഞ ലിമിറ്റിംഗ്. പക്ഷെ എന്നാലും 12 മണി ആയപ്പോ കിട്ടിയില്ലെങ്കിലും ഏകദേശം ആ സമയപ്പോ നമ്മളെ പരിപാടി കഴിഞ്ഞ്. സന്തോഷായി അല്ലെ? സന്തോഷായോ? നിനക്ക് സന്തോഷമാണ്, എനിക്കെല്ലാം സന്തോഷമുണ്ട്. എന്നാലും നമുക്കൊരു അവാർഡ് കിട്ടിയപ്പോ നിനക്ക് സന്തോഷായോ? ഗൈസ്, ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ അവാർഡിന് ഭയങ്കര സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. കാരണം നമ്മളെ MLA കൂടെ ഒരു ഫോട്ടോ പതിപ്പിച്ചൊരു അവാർഡ്. ഭയങ്കര അടിപൊളിയായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ +2 കഴിഞ്ഞിട്ട് ഞാൻ +2 സയൻസ് ആയിരുന്നു. ഇത് കോളേജിലൊക്കെ നമ്മള് കൊടുക്കുമല്ലോ, അതുപോലെ ഞാൻ നമ്മളുടെ സ്വന്തം അടുത്ത കോളേജിൽ, പട്ടാമ്പി കോളേജിൽ വെറുതെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് എനിക്കിവിടെ ആർട്സിൽ ഏതോ ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അന്ന്. അതൊന്നും ആ സമയത്ത് നമുക്കതൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെ അതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ജോയിൻ ചെയ്തില്ല. പക്ഷെ ഇന്ന് ഞാൻ കാണുമ്പോൾ അതൊക്കെ ആ സമയത്ത് നമുക്ക് അതിന്റെ വാല്യൂ മനസ്സിലാവില്ല. ഇപ്പൊ ശരിക്കും മനസ്സിലാവുന്നുണ്ട് ഈ ഒരു ക്യാമ്പസ് കണ്ട്. ഇപ്പൊ ഇവിടെ പഠിക്കായിരുന്നല്ലോ അങ്ങനെയൊക്കെ. ആ സമയത്ത് നമുക്ക് മനസ്സിലാവില്ല. എന്തായാലും അതേ കോളേജിൽ നമുക്ക് എക്സലൻസി അവാർഡ് വാങ്ങിക്കണം അല്ലേ? ഓക്കെ. അതുപോലെ അറിയില്ലേ മുഹമ്മദ് മുഹസിൻ എന്നെ കണ്ടതല്ല, മുഹമ്മദ് മുഹസിൻ. മോസിന്റെ വലിയ ഫാനാണ്. ഇവിടെ MLA തന്ന അവാർഡാണിത്. നല്ല കണ്ടന്റ് ക്രിയേറ്റർക്കുള്ള അവാർഡ്. വീഡിയോ ഓഫ് ആക്കിയിട്ട് മുമ്പ് തരുള്ളൂ. താങ്ക് യു. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? പ്രൗഡ് ഓഫ് യു എന്നൊക്കെ പറഞ്ഞു. വീണ്ടും അപ്പോഴേ മറ്റേ ഇത് ഇനി നമുക്ക് സുലും ജാസ്മിൻ കുട്ടിയും എല്ലാരും വരും. ഒന്ന് ആദ്യം ഫ്രഷ് ആവട്ടെ. അതെ, ഞാൻ അതെ ഇത് അയച്ചു. മച്ചിന്റെ മോള് കയറുന്നുണ്ട്. ഓഫ് ആക്കണില്ല. എനിക്ക് അവിടുന്ന് ഒരു ഇതിന്റെ ഷൂട്ട് എടുത്ത് തരണം. സുലിന്ന് വരുമ്പോ തന്നെ നല്ല ചിക്കൻ ബിരിയാണി ബുക്ക് ചെയ്തത്. ചിക്കൻ ബിരിയാണി കഴിക്കട്ടെ. നല്ല മാങ്ങ, നീലം മാങ്ങ, നല്ല ടേസ്റ്റ് ആണ്. അതിലും കുറച്ച് ജ്യൂസ് അടിക്കട്ടെ. അതൊക്കെ വേണം സീനൊക്കെ വരുമ്പോ കൊടുക്കാം. വേഗം ജ്യൂസ് കുടിച്ചിട്ടൊന്ന് ഉഷാറായിക്കാം. ഫോട്ടോഷൂട്ട് ഉണ്ട്. ജ്യൂസ് ബിരിയാണി കഴിച്ചിട്ട് മതിയോ? ബിരിയാണി കഴിച്ച് നമ്മൾ ആകെ പിന്നെ ടൈർഡ് ആവൂലേ? ഈ എനർജി ആവും ഞാൻ ഓഫ് ആവും. ഫസ്റ്റ് ടൈം ചോറ് കഴിച്ചിട്ടായിരുന്നു. ബിരിയാണി കണ്ടപ്പോ അവരും അമ്മയും പറഞ്ഞു. ഇതുകൊണ്ട് അതിനടിയിൽ ചെറിയ വേറെ സാധനം നല്ല മുരിങ്ങയൊക്കെ ഫൈനൽ കാണാൻ വരും. ഇപ്പൊ ഡാഡി കുറച്ച് അധികം ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ വെക്കുന്നത് നിന്റെ ലെഗാണ്. വാ, നല്ല ബിരിയാണി വേണ്ട? ബിരിയാണി സുലു വന്നോണ്ടിരിക്കുക. കുറച്ച് നേരമായി വെയിറ്റ് ചെയ്യുന്നു കഴിച്ചു. നല്ല വിഷന്നു. അതും ഇത്ര കിലോസ്കരി ബിരിയാണി ഉണ്ടാകുമ്പോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കാത്തിക്കാൻ പറ്റും. 2:30 മണിയായി. ഇന്ന് പരിപാടിക്കൊക്കെ പോയി ക്ഷീണിച്ചു. നല്ല ബിരിയാണി കഴിക്കട്ടെ. സ്പെഷ്യൽ ഒരു അച്ചാറാട്ടോ. പക്ഷെ ഇത് ഇനിയിപ്പം ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ? കാരണം ഇത് മാങ്ങ ഉണക്കിയിട്ടാണ് വെച്ച് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ നല്ല പേരുണ്ടായതല്ലേ?
രണ്ടുപേരും മഴ കിട്ടും മൂടിട്ട വണ്ടി മൂടിട്ടപ്പോഴും ശ്രദ്ധിച്ചു ഇത്രയും കാലം ശ്രദ്ധിച്ചിട്ടാണ് അല്ല ചൂടായിരുന്നു കുഞ്ഞിനൊക്കെ വെയിലിനേക്കാളും മഴയത്ത് കണ്ടെത്താൻ അപ്പൊ നമ്മള് ജാസിക്കുട്ടിന്റെ പുസ്തകം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പുസ്തകം. ഇത് കവിത ഉണ്ട് ഇതില്. ഞാൻ ഈ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഓളോളുടെ ഉപ്പാനെ പറ്റിയിട്ട് ഉപ്പ മരിച്ചതിന് ശേഷം, അതായത് അളിയന്റെ ഉപ്പ മരിച്ചതിന് ശേഷം എഴുതിയിട്ടുള്ള ഒരു കവിതയായിരുന്നു കേട്ടോ. ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, അപ്പോഴേ അങ്ങനെയാണ്. ഇനി ഒരു പണിയുള്ളത് എന്താ വെച്ചാൽ നല്ല വട ഉണ്ടാക്കാൻ. വട അന്ന് ഇൻസ്റ്റന്റ് വട കുറെ ദിവസം മുന്നേ മേടിച്ചതാ. ശരി പുസ്തക പ്രകാശനം ചെയ്ത സമയത്തോളം നമ്മളെ അർജുനൻ പണ്ട് അമ്മയ്യാൻ പോയി എന്താവല്ലോ എന്റെ ലക്ഷ്യം മാത്രം ലൂസ് മോഷൻ സോറി വോമിറ്റിംഗ് വന്നിട്ട് കുടിക്കാൻ വെച്ച കട്ടൻ ചായ വരെ തട്ടിക്കളഞ്ഞിട്ടാണ് ജാസിക്കുട്ടി ഒരു എന്താണ് ഇനി ക്യാമറ ഒന്നുമില്ല. എന്താ ഇറങ്ങിക്കടാ ഇത് ചെരുപ്പ് പൊട്ടിട്ടാ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി വട ഉണ്ടാക്കാൻ പോവാണ്. ഇൻസ്റ്റന്റ് മിക്സ് ആട്ടോ. ഇതിന്റെ പിഷാരേട്ടിന്റെ സ്വന്തം. ഇതിന് ഒന്നും ചേർക്കണ്ട. അതാ പിന്നെ അത് ഉണ്ടാക്കാനൊക്കെ 12-13 വടയൊക്കെ നോക്കട്ടെ. സംഗതി ഇൻസ്റ്റന്റ് മിക്സ് ആണ് കേട്ടോ. നമുക്ക് ഉണ്ടാക്കാൻ നല്ല സുഖം. പൊടി ഇട്ട് എണ്ണത്തിട്ട് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. കുറച്ച് ഉപ്പും ചേർക്കേണ്ടി വന്നുണ്ടോ. പക്ഷെ എന്താ വെച്ചാൽ എനിക്കിതിൻ്റെ ഒരു പരുവം അങ്ങോട്ട് മനസ്സിലായില്ല. അവർ പറഞ്ഞ അളവിൽ വെള്ളം ചേർത്തപ്പോൾ കുറച്ച് ടൈറ്റായി പോയി. പക്ഷെ അത് അറിയുന്നവരാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് ചിലപ്പോൾ 1 കപ്പ് എന്നുള്ളത് എനിക്ക് മാറിപ്പോയി കാണും. 1 കപ്പ് പൊടിക്കായിരിക്കും അത്ര വെള്ളം. ഞാനത് അളന്നു നോക്കിയില്ല പൊടിയുടെ അളവ്. അപ്പോൾ കുറച്ചും കൂടി ലൂസാക്കി നല്ല സോഫ്റ്റാക്കി അത് കുഴച്ച് വെക്കണമായിരുന്നു. ആ മാവ് കണ്ട ഓർമ്മ എനിക്കുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ ആയിരിക്കും, ഇനി പൊങ്ങി വരുമായിരിക്കും എന്നൊക്കെ ഞാൻ വെറുതെ വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, കുഴക്കുമ്പോൾ തന്നെ നല്ല കുറച്ച് ലൂസാക്കി തന്നെ അത് നല്ല പതപ്പിച്ച് കുഴക്കണമായിരുന്നു. വടയിലേക്കുള്ള ചമ്മന്തി അറിയാം. ഓക്കെ, ഇനി ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇനി ഷായത്തുകൂടി വരാനുള്ളൂ. ജാസ്മി കുട്ടി, സുലു, അതുപോലെ നജിത്തിയും അനുമോളും ഷാനോടനും അവരും വന്നു. അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കളി കാണാൻ പോണ എക്സൈറ്റ്മെൻറ്റും കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കെപ്പോഴും നമ്മളുടെ ടീം ബെസ്റ്റ് അല്ലേ, അത് ജയിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ആവുള്ളൂ ലാസ്റ്റ് മൊമെൻറ്റ് വരെ. ഇപ്പം ഞാനൊരു അർജൻറ്റീന ഫാനാണ്. അതും ഞാൻ റീസെൻ്റ്ലി അസുട്ടിൻ്റെ കൂടെ ഇരുന്നിട്ടാണ് അവൻ്റെ കൂടെ കളി കണ്ടിട്ടും അവനക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ കളി കണ്ട് തുടങ്ങിയത് തന്നെ. അപ്പോൾ അതിനുശേഷം ഞാൻ ഭയങ്കര മെസ്സി ഫാനായിപ്പോയി. എനിക്ക് പിന്നെ അങ്ങനെയാണ് ഇഷ്ടപ്പെട്ട പിന്നെ എൻ്റെ 100% എനിക്ക് ഇഷ്ടമായിരിക്കും. അപ്പം ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഹനുമോള് ഷാൻഡനൊക്കെ വന്നിട്ട് കേട്ടോ. നല്ല ബേക്കറി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഇപ്പം എടുക്കണ്ട. നമുക്ക് രാത്രി ജിലേബി സുലേമ കാണണ്ട. എനിക്ക് ഇഷ്ടമായി കുഞ്ഞു ജിലേബി. ഇതൊക്കെ രാത്രി ഫൈനൽ കാണുമ്പോ കഴിക്കാനുള്ളതാണ് ഗൈസ്. ഞങ്ങൾക്ക് ബാദുഷ വിത്ത് ഫോണ് കൊടുക്കണ്ടോ. ആകെ ഒരു തിരക്കാണ് അവിടെ. അപ്പഴേ എനിക്ക് നമ്മളെ മാവ് എന്തായിക്കണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇത് ഹാർഡായി പോവോ അതോ വട കുറച്ചുകൂടി അങ്ങനെ എന്താ പറയാ സോഫ്റ്റ് അല്ല. കാരണം അതാണ് വടമാവ് ലൂസായിട്ടാക്കിയല്ലോ. കട്ടി കൂടിയല്ലോ. ആറെണ്ണം ഇവിടെ ഒന്നുമില്ല. 5 മേടിച്ചു. 5 കിലോ വാങ്ങിയാണ് മാപ്പാർക്ക്. പിന്നെ ഒരുവിധം നജിത്തൊന്ന് അത് കുഴച്ചൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കിട്ടോ കുറച്ചൊക്കെ. ആരെവിടെ കളിച്ചാലും ആർക്ക് പെനാൽറ്റി കിട്ടിയാലും ആർക്ക് ഫൗൾ കിട്ടിയാലും അവിടെ ഒരു പ്രശ്നമേ അർജന്റീന പ്രശ്നം. ഡോണറ്റ്സ് പോലെ കുഞ്ഞു ഡോണറ്റ്സ്
ഇതില് വലിയ ഡോണറ്റ്സ് ഉണ്ടാക്കണമെങ്കിൽ 4 എണ്ണത്തിനുണ്ടാവും. അംഗസംഖ്യ ആൾക്കാരെ പ്രമാണിച്ച് ഡോണറ്റ്സ് ഒക്കെ വളരെ ചെറുതായിട്ടാണ്. അടിപൊളി തട്ടുകട സ്പെഷ്യൽ ചപ്പത്തി ഉണ്ടാക്കിയിട്ട് ജാസ്മിൻ വക ഞാൻ ഇന്ന് തന്നെ 3 കിലോ കൂടും തോന്നുന്നുണ്ട്. ബിരിയാണി മാങ്ങ ഇടി കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ആളുകൾ സ്നേഹിച്ചിട്ട് ഡയറ്റില്ലാവർക്കും തിന്നാനൊക്കെ അങ്ങനെ അവിയൽ വന്നു, സാമ്പാർ വന്നു, തോരൻ വന്നു എന്നൊക്കെ പറഞ്ഞ പോലെ ഓരോരുത്തരായി വന്ന് വീട് മൊത്തം ആളായി. അപ്പം നമുക്ക് റൂമിലിരുന്ന് കാണാൻ വേണ്ടിയിട്ട് ഉണ്ണിമോൻ അവൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് വലിയ ടി വി ഉണ്ടായിരുന്നു, അത് കൊണ്ടുവന്നു കേട്ടോ. ഞങ്ങൾക്ക് പുതിയ ഉണ്ണിക്കുട്ടന്റെ വീട്ടിൽ TV കൊടുത്തു. നീ ഇവിടെ എത്തിയോ? അവിടെയൊക്കെ എപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്യണം. ഞങ്ങൾക്ക് ഈ അഡാപ്റ്റർ ആവശ്യമുണ്ട്. ഞാൻ ആദ്യം ഈ സീനൊന്നും ഇടണ്ടെന്ന് വിചാരിച്ചു, കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. നാണക്കേടല്ല കേട്ടോ, നാണക്കേട് ഉണ്ടാവും. നമ്മുടെ സ്വന്തം ടീം തൊട്ട് നമുക്ക് നാണക്കേട് ഉണ്ടാവും, വിഷമം ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും, ഇറിറ്റേഷൻ എല്ലാം ഉണ്ടാവും. പക്ഷേ അതും ഒരു ഫീലിംഗ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അപ്പം പക്ഷെ എനിക്ക് ഇടാതിരിക്കാൻ തോന്നിയില്ല. കുറേ കാലം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ആ ഒരു പെയിന് കിട്ടാൻ വേണ്ടിയിട്ട്, കാരണം അത്ര പ്രതീക്ഷയോടെ നമ്മളിരുന്ന് കണ്ട ഫൈനലായിരുന്നു. ഈവൻ സ്പെയിൻ ഒരു മോശം ടീമാണെന്നോ സ്പെയിൻ ജയിക്കില്ലെന്നോ ഒന്നുമല്ല. സ്പെയിൻ ഉള്ളതിൽ വെച്ച് വേൾഡ് കപ്പിൽ അടിപൊളി ടീമാണെന്നുള്ളത് അറിയാം. പക്ഷെ എന്നാലും നമ്മുടെ ടീമിനെ പറ്റി ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല, ഒരു ഹോപ്പ് ഇല്ല. അതിനെ ബീറ്റ് ചെയ്യും, നമ്മൾ അർജൻറ്റീന കപ്പ് എടുക്കും എന്നുള്ളത് നമ്മൾ അതിയായ ആഗ്രഹം കൊണ്ട് വരുന്നൊരു ഹോപ്പാണത്. അതല്ലാതെ സ്പെയിനെ ചെറുതായി കണ്ടിട്ടല്ല വേൾഡ് കപ്പ് നമ്മൾ എടുക്കും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അസൂട്ടൻ സെക്യൂർ അലൈമിനോട് ബാക്കി കുട്ടികൾ അവരെല്ലാവരും അർജൻറ്റീനയാണ്. പിന്നെ ബാക്കിയുള്ളവർക്കൊന്നും എല്ലാവർക്കും അങ്ങനെ ഭയങ്കര ക്രേസ് ഒന്നുമില്ല ഫുട്ബോളിൽ. പിന്നെ ഇവിടെ ഉണ്ണിമോനും ഷെഫ് കുട്ടിനി ഇന്നിമോൾ അനുമോൾ സിൻമോൾ ആ ടീമൊക്കെ ബ്രസീലായിരുന്നു. ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനെ ടീമില്ല. വാപ്പ ഇവിടെ സ്പെയിനായിരുന്നു ആദ്യം മുതലേ. അപ്പം എന്താ പറയുക, ഇപ്പോഴും ഈ സീൻ കാണുമ്പോൾ വിങ്ങൽ, കാരണം ഓരോ മിനിറ്റിലും നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു ഇടങ്ങറുണ്ടല്ലോ, അത് ഈ വീഡിയോ ഇവിടെ ഇടുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇതെന്നും കാണുമ്പോൾ ഓർക്കാൻ വേണ്ടിയിട്ട്, കാരണം കഴിഞ്ഞ 4 വർഷം മുന്നേ നമ്മൾ അത്രയും സന്തോഷിച്ചതല്ലേ. അപ്പം അതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സങ്കടം അതും നമ്മൾ അനുഭവിക്കണമല്ലോ. അങ്ങനെ ഇരുന്ന് ഇഞ്ചിഞ്ചായി എന്ന് പറഞ്ഞ പോലെ ഓരോ മിനിറ്റും നമ്മൾ മരിച്ച് ലാസ്റ്റ് മുഴുവനായിട്ടങ്ങോട്ട് ചത്തു മനസ്സ്. അപ്പോൾ ഇത് അവസാനം നമ്മുടെ മെസ്സിയുടെ വിഷമം കൂടി കണ്ടപ്പോൾ അത് ആ വിഷമം ഇപ്പോഴും കാണുമ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതും എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ്. മെസ്സി ഇഷ്ടമായതുകൊണ്ടാണ് കളി കാണാൻ പഠിച്ചതും കളി എന്താണെന്ന് മനസ്സിലാക്കിയതും. പിന്നെ മെസ്സി ഈസ് എ ലെജൻഡ്. അതിനിപ്പോൾ തോറ്റാലും ജയിച്ചാലും നമുക്ക് നമ്മുടെ മെസ്സി, നമ്മുടെ ടീം അർജൻറ്റീന.